ഇപ്പോൾ മുൻ MLA CP മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ CP മുഹമ്മദ്, ജില്ലകൾ പുനഃക്രമീകരിക്കണം, അതിൽ ജനസംഖ്യാടിസ്ഥാനവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഒക്കെ പരിഗണിക്കണം. ഈ ആവശ്യം ഒന്നുകൂടി ശക്തപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ജില്ലാ UDF നേതൃത്വം സർക്കാരിന് ഒരു നിവേദനം പോലും നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് വീണ്ടും ചർച്ചയാകുമ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഉന്നയിച്ച വ്യക്തി എന്ന രീതിയിൽ താങ്കൾ UDF കൂടി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആവശ്യം ശക്തമായി ഒന്നുകൂടി ഉന്നയിക്കാൻ തയ്യാറാണോ? ഇത് എങ്ങനെ വേണമെന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? ജില്ലകൾ പുനഃസംഘടിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ഇപ്പോൾ വയനാട്, ഇടുക്കി അതുപോലെ ഉള്ള ജില്ലകളെല്ലാം വളരെ ചെറിയ ജില്ലകളാണ്, കാസർഗോഡ് പോലുള്ള ജില്ലകൾ. അതേസമയത്ത് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ ജില്ലകൾ വലിയ ജില്ലകളാണ്. ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാധികമായും ജില്ലകൾ പുനഃസംഘടിപ്പിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അത് ഏതെങ്കിലും സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്കിതിലെ എൻ്റെ ജില്ലയായ പാലക്കാട് ജില്ലയും കോഴിക്കോട് ജില്ലയും വലിയ ജില്ലകളാണ്. അതിന്റെ മധ്യഭാഗത്ത് പഴയ വള്ളുവനാട് താലൂക്ക്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് വള്ളുവനാട് താലൂക്ക് വളരെ പ്രസിദ്ധമായിരുന്നു. ആ വള്ളുവനാട് ജില്ല വേണമെന്ന് പറഞ്ഞ് ഞാൻ MLA ആയിരുന്ന സമയത്തും അതിനുശേഷവും ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഭൂമിശാസ്ത്രപരമായി സാംസ്കാരികമായി ഒരേ വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു ജില്ലയായിട്ട് വരും. അല്ലാതെ ഏതെങ്കിലും തോന്നിയതുപോലെ വിഭജിക്കുന്നതിൽ അർത്ഥമല്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഇതിനൊരു പുനഃസംഘടനാ കമ്മീഷനെ വെച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ആ രീതിയിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ CP മുഹമ്മദ്, ഇതിൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു അഭിപ്രായ ഐക്യം പ്രധാനമാണ് ഇത്തരം ഒരു വിഷയത്തിൽ കമ്മീഷനൊക്കെ വരുമ്പോൾ. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, നിയമസഭാ മണ്ഡലങ്ങൾ പോലും പുനഃക്രമീകരിക്കേണ്ടി വരില്ലേ ജില്ലകൾ പുനഃക്രമീകരിക്കുമ്പോൾ? താങ്കൾ ഉദ്ദേശിച്ച പോലെ മലപ്പുറം ജില്ല, ഏതെങ്കിലും ഒരു ജില്ല വെട്ടിമുറിക്കുക എന്നതിനപ്പുറത്തേക്ക് പുനഃക്രമീകരിക്കുമ്പോൾ ചില ജില്ലകളുടെ ഭാഗം ചേർത്ത് പുതിയൊരു ജില്ല എന്ന രീതിയിലേക്കാണോ വരിക? അപ്പോൾ മണ്ഡലങ്ങളുടെ ഒരു പുനഃക്രമീകരണമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടി വരില്ലേ? ഇതിന്റെ ഭാഗമായിട്ട് മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം ആവശ്യമല്ല. അതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണത്തിന് ഓരോ 25 വർഷവും അതിൻ്റെതായ ഒരു നടപടിക്രമമുണ്ട്. ഇപ്പൊ 25 വർഷം പൂർത്തിയാകുമ്പോൾ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം വേറെ വരും. അന്ന് അതിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി വെച്ച് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ പുനഃക്രമീകരണം നടത്തുക. ഞാൻ ചോദിച്ചത് അല്ല, അത് മാറി നിൽക്കുമ്പോൾ തന്നെ ഒരു നിയമസഭാ മണ്ഡലം ജില്ലയ്ക്ക് പുറത്തേക്ക് മാറിപ്പോകും എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവില്ലേ ഈ ജില്ലാ പുനഃക്രമീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ? അങ്ങനെ വരില്ല. അങ്ങനെ ഇപ്പൊ ജില്ലകളുടെ പുനഃക്രമീകരണം കഴിഞ്ഞാൽ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം നടത്തുമ്പോൾ ഓരോ ജില്ലകളിലുള്ള അസംബ്ലി നിയോജക മണ്ഡലങ്ങളെ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. അതിൽ ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല. കേരള ചരിത്രത്തിൽ പലപ്പോഴും പുതിയ ജില്ലകൾ വന്നിട്ടുണ്ട്. അന്നൊന്നും മണ്ഡലങ്ങൾ അതിനെ സംബന്ധിച്ചൊരാശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ജില്ലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പോഴുണ്ടാവുന്ന രീതിയിലുള്ള ഒരു വിപുലമായ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, പുതിയ ജില്ലകൾ ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പം ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രപ്പോസൽ പറഞ്ഞു കേൾക്കുന്നത്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വള്ളുവനാട് എന്നൊരു പ്രപ്പോസലുണ്ട്, തിരൂര് കേന്ദ്രീകരിച്ചൊരു പുതിയ സംവിധാനമുണ്ട്, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുണ്ട്, ഒപ്പം നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയുടെ വിഭജനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര വിപുലമായൊരു ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു വള്ളുവനാടോ മലപ്പുറമോ മാത്രം പരിഗണിച്ച് സർക്കാരിന് പറ്റില്ലായിരിക്കുമല്ലോ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങൾ പരിഗണിച്ച് ജില്ലകളെ പുനഃക്രമീകരിക്കുന്ന ഒരു കമ്മീഷനെ നിശ്ചയിക്കേണ്ടി വരുമോ? എന്താണ് അതിന്റെ നടപടിക്രമം? ആണ് ഞാൻ പറയുന്നത്. ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ ഒരു ജില്ലാ പുനഃസംഘടനാ കമ്മീഷനോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മീഷനെ വെക്കുക. എന്നിട്ട് എല്ലാവരുമായി ചർച്ച നടത്തിയിട്ടാവുമ്പോൾ ഇതിൽ ഒരാക്ഷേപം വരില്ല. അപ്പൊ മലപ്പുറം, എറണാകുളം, അതുപോലെ തൃശ്ശൂര്, പാലക്കാട് തുടങ്ങിയ ജില്ലകൾ വിഭജിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു ജില്ല മാത്രമായിട്ട് വിഭജിക്കുന്നത് ശരിയല്ല. ഈ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം മാത്രം ഉയർത്തുന്നത് ചില സംഘടനകളൊക്കെ അവരത് മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ മറ്റു താല്പര്യങ്ങളുണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ഇപ്പോൾ ഒരു വിവാദത്തിന് ഞാനില്ല.
എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. അതായ ഒരുപാട് ആക്ഷേപങ്ങൾ ഒഴിവാകും. അതില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വളരെ നന്ദി. CP മുഹമ്മദ്, മുൻ MLA, പട്ടാമ്പി MLA. അദ്ദേഹം നിലപാട് പറഞ്ഞത് വള്ളുവനാട് കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്ന ആവശ്യം അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആവശ്യമാണ്, അതിൻ്റെ സാഹചര്യമാണ് വ്യക്തമാക്കുക. എന്തായാലും UDF മുന്നിൽ വീണ്ടും എത്തുകയാണ് ഈ വിഷയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.